എല്ലാവർക്കും വിദ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പോർക്ക് വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ 1 കിലോ പോർക്ക് ഇറച്ചിയാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യില്ലാത്ത ഇറച്ചി ആയത് കാരണം നമ്മൾ കുക്കറിൽ ഊതിച്ച് എടുക്കാം. നെയ്യുള്ളതാണെങ്കിൽ ഒന്ന് ഇളയ്ക്കുമ്പോൾ ഒന്ന് ഊറ്റിക്കളയണം. നെയ്യില്ലാത്ത ആയതുകൊണ്ട് ഊറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ട് നമ്മൾ ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. പിന്നെ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ച പോർക്കിറച്ചി നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ട് 2 വിസിലടിപ്പിക്കണം. നമുക്കിത് വേവാൻ വയ്ക്കാം. 2 വിസിലൊക്കെ വന്ന് ഒരുവിധം പോർക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് പോർക്ക് വേവിച്ചത് ഇട്ട് കൊടുക്കാം. പോർക്ക് വേവിച്ചത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി വറ്റി എടുക്കുക. ഇതിൽ കിടന്നിട്ട് നന്നായി വെന്ത് ഇത് വേവിച്ചപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് വേവിച്ചത്. ഇതിൽ നിന്ന് പൊടിഞ്ഞു വന്ന വെള്ളമാണ്. അപ്പോൾ ഇത് കിടന്നിട്ട് നന്നായി വെന്ത് വറ്റ അതുവരെ ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണേ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മറ്റേ ഇറച്ചി വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പാകത്തിന് ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇതിനകത്തേക്ക് പൊടികളൊന്നും ചേർത്തില്ലായിരുന്നു. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നമുക്ക് മീറ്റ് മസാല എല്ലാം ഇട്ട് നന്നായി ചൂടാക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയപ്പോൾ നമുക്ക് അതിലിട്ടാലും മതി. അപ്പോൾ അതിലിടാത്ത കാരണം നമുക്ക് ഇത് ചൂടാക്കി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.